ഹായ്. അപ്പോൾ ഇന്ന് നോമ്പറക്കുമ്പോൾ ചായക്ക് കടി നൂൽപുട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള പൊടിയൊക്കെ ഇതാ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയി വന്നപ്പോൾ നേരം വൈകിട്ട്, അപ്പോൾ പിന്നെ പത്തിരി ഉണ്ടാക്കാനും നിന്നിട്ടില്ല. അപ്പോൾ നൂൽപുട്ട് ഇതാ ഫസ്റ്റ് ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും പിന്നെ നോമ്പറക്കുമ്പോൾ പൊരിക്കടിയായിട്ട് ബ്രെഡ് ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയൊക്കെ കൂടി ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പിന്നെ പൊടികളായിട്ട് ഗരം മസാലയും ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 ഭാഗം ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിന് പിന്നെ ഫില്ലിങ് ഒന്ന് ചൂടാറും ചെയ്യും. അപ്പോൾ ഇതിനിതാ നൂൽപുട്ടൊക്കെ മുഴുവനായിട്ടും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പണി നോക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ഇതാ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു ഉപ്പ് വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ആണിട്ട് അതിൻ്റെ നടുവിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ബോൾസാക്കി എടുക്കണത്. അപ്പോൾ ഇതാ ഓരോന്നും അങ്ങനെ ചെയ്തെടുക്കണേ. ഓരോ ബ്രെഡ് എടുത്തിട്ട് അങ്ങനെ ഇതാ ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.